അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടൊരു താറാവ് വെച്ചാലോ. നമുക്കൊരു സൂപ്പർ താറാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ഇത് ചുറുക്ക് പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, പിന്നെ ഒരു ഹാഫ് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞിട്ടതാ നല്ലോണം അത് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരെണ്ണം ഞാൻ അരിഞ്ഞ് കഴുകി ഊറ്റിയെടുത്ത താറാവിലേക്ക് ഇത് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് തന്നെ നമ്മൾ കൃഷി ചെയ്ത് വെച്ച പേസ്റ്റും, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി വേണ്ട, മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേപ്പില, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലോണം തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടതാ അത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മേളിൽ വെച്ചേക്കണത് ഉരുളക്കിഴങ്ങാണ്. ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ നെയ്യൊക്കെ പിടിച്ച് നല്ലോണം വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇതാ ബാക്കി സവാള അരിഞ്ഞ് വാട്ടാനിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് 2 വിസിലെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ താറാവ് വെന്തൂട്ടാം. അപ്പോൾ അതിൻ്റെ ഇത്തിരി സ്റ്റോക്കും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാഫ് പേസ്റ്റും അതിനകത്ത് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് 2 തക്കാളി എടുത്തിച്ച് വരാം. തക്കാളി വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇച്ചിരി കയറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇത്തിരി മസാല, ബാക്കിയൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. അതുകൊണ്ട് ഞാൻ അധികം പൊടികളൊന്നും എടുത്തിട്ടില്ല. പിന്നെ സവാള നല്ലോണം വഴഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ തക്കാളി കൂടി ഇട്ടിട്ടുണ്ട്. അതുകൂടി കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കണമെങ്കിൽ കുറച്ച് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വാടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ താറാവ് അതിനകത്ത് തട്ടിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുഴയോന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മുടെ പച്ചമല്ലിയും പുതിനയും കൂടി അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ സംഭവം റെഡി. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.